ഉരുപ്പടി ഉരുക്കാണെന്ന് അറിഞ്ഞുകൊണ്ട് ഈ കലാപരിപാടിയിൽ ചില ഭേദഗതികളൊക്കെ വരുത്തിയിട്ടുണ്ട്. ഒരു മുൻകരുതൽ. നാളെ കോടതി ഹാജരാക്കുമ്പോ നിന്റെ ശരീരത്തിൽ പൊട്ടലോ ചതവിന്റെ പാടോ ഒന്നും ഉണ്ടാവാൻ പാടില്ലല്ലോ. അതിനൊരു മുൻകരുതൽ. കൊണ്ടുപോടോ ഇങ്ങോട്ട്. ഇത് കണ്ടോടാ. ഇനി വിളഞ്ഞു മൂതിരി കരിക്ക് നീ പറിച്ചോ. ഈ ആയുർവേദ വിധി പ്രകാരം ആന്തരിക അവയവങ്ങൾക്ക് കേടുപാടുണ്ടാക്കി 6 മാസത്തിനുള്ളിൽ ഇഹലോകവാസം വെടിയാനുള്ള ചില അഭ്യാസമുറകളുണ്ട്. എടാ, ഈ കരളും ചങ്കും ഇടിച്ച് പിഴിഞ്ഞ് അവിയൽ പരുവാക്കി 6 മാസത്തേക്ക് പുഴുങ്ങാൻ വെക്കുന്ന പഴയ ഒരു മർദ്ദന മുറയാ. ഒന്ന് പൊടി തട്ടിയെടുക്കാന്ന് വിചാരിച്ചു. ലോക്കപ്പ് മർദ്ദനം മൂലമാണ് നീ മരിച്ചതെന്ന് ഒരാളും എഴുതി വെക്കില്ല. ഈ ഒരു സംഭവം പോലും നീ മറന്നു കഴിയുമ്പോഴായിരിക്കും ഇതിന്റെ ഫലം വരുന്നത്. ചില ജോലിക്കുള്ള കാരണൊക്കെ എംപ്ലോയ്മെന്റിൽ നിന്ന് വരുമല്ലോ, അതുപോലെ നിനക്ക് വരുന്നത് അങ്ങ് കാലന്റെ അടുത്തുനിന്നായിരിക്കും. മരിച്ച് മോളിൽ ചെല്ലുമ്പോ നീ ചിന്തിക്കും, ഭഗവാനെ, ഒരു പനി പോലും ഇല്ലാത്ത ഞാൻ എങ്ങനെയാ മരിച്ചേന്ന്. അന്ന് നീ ഓർത്താ മതിടാ, 6 മാസം മുമ്പ് ഞാൻ നിനക്ക് തന്ന സമ്മാനമാണ് കാലന്റെ വാറണ്ടുമായി വന്ന് നിന്നെ അങ്ങ് കൊണ്ടുപോയെന്ന്. എടോ ചന്ദ്രബോസേ, ശത്രു പ്രബലനും തന്നേക്കാൾ ശക്തിമാനാണെന്ന് അറിയുമ്പോ ഏതൊരു ഭീരും കാണിച്ചു കൂട്ടുന്ന പരാക്രമമായിട്ട് എനിക്ക് ഇതിനെ കാണാൻ പറ്റൂ. മാനസികമായിട്ട് ശാരീരികമായിട്ട് തളർത്തി വിജയം അങ്ങോട്ട് ഉറപ്പിക്കാം. ഒരുമാതിരി വില പറഞ്ഞ തരം താഴ്ന്ന പരിപാടിയാ. നല്ല ഭാഷ പറഞ്ഞ തന്തക്കുറ്റം എന്ന് പറയും. എന്റെ അറപ്പുരയ്ക്കകത്ത് കടന്നുകൊണ്ടാ നാവിട്ടാട്ടുന്നതെന്ന് ഓർത്തോണം. അതുകൊണ്ട് എന്താടോ കാര്യം? നേർക്ക് നേരെ നിന്ന് കൈ പൊക്കാൻ കേൾപ്പില്ലെങ്കിൽ ആ കൈ കൊണ്ടെന്താ പ്രയോജനം? തന്റെ ഈ ചങ്കൂറ്റത്തോടുള്ള നിൽപ്പിന് പോലും ഒരു ഭയത്തിന്റെ പിൻബലമുണ്ട്. അത് മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ പറയട്ടെ, നീ പോലീസ് യൂണിഫോം ഇട്ടുകൊണ്ട് മൊട്ടാൻ വരില്ലേ, നീ തോറ്റു. ഇവരുടെ എല്ലാവരുടെയും മുന്നിൽ നാണം കിടും. എന്റെ വിഷ്ണു, നീ ഇത് എവിടെയാ? എന്തിനാ ഞങ്ങളിട്ട് ഇങ്ങനെ തീരിയിരിക്കുന്നത്? ഇത് വിഷ്ണു അല്ല. വിഷ്ണു ഇപ്പോ പോലീസ് സ്റ്റേഷനില, ലോക്കപ്പില്. അയ്യോ, ലോക്കപ്പിലോ? അതെ, അവനെ അറസ്റ്റ് ചെയ്തു. ദേ, ഞാൻ വിഷ്ണുവിന്റെ അമ്മയാ. എനിക്കറിയണം അവനെ എന്തിനാ അറസ്റ്റ് ചെയ്തെന്ന്. ആ പെൺകുട്ടിയുടെ സ്വർണം അവൾ എവിടെയോ വെച്ച് മറന്നതിന് എന്റെ മകൻ എന്തിനാ അറസ്റ്റ് ചെയ്യുന്നത്? അല്ലെങ്കിൽ നിങ്ങൾ അവന്റെ കയ്യിൽ നിന്ന് സ്വർണം കണ്ടെത്തണം. അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ലല്ലോ. പിന്നെ എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിൽ അവനെ അറസ്റ്റ് ചെയ്തത്? ആ കേസിനല്ല വിഷ്ണുവിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഏത് കേസാ? സുബൈറിന്റെ മകൾ നൂർജഹാനെ തട്ടിക്കൊണ്ടുപോയ കേസിന്. ഇനി ഇതിൽ കൂടുതലൊന്നും വിശദീകരിക്കണ്ടല്ലോ. ഹലോ ഹലോ, ഈശ്വര, എന്താ എന്താ മാമേ, എന്താ ഉണ്ടായേ? രാഘവേട്ട, നമ്മുടെ മകൻ പെട്ടിരിക്കുന്ന ആ സ്വർണ്ണം പോയ കേസിലല്ല. പിന്നെ ഏത് കേസ്? നൂർജഹാനെ തട്ടിക്കൊണ്ടു പോയിരിക്കുന്നത് നമ്മുടെ മകനാണെന്ന്. ഇതേ ഇത് ഇത് ചതിയാ മാമേ. നമ്മുടെ മോനെ ആരൊക്കെ ചേർന്ന് എടുത്തേക്കുവാ. അല്ലാതെ ഏയ് ഒരിക്കലുമില്ല. രാഘവേട്ട, അവൻ സ്റ്റേഷനിൽ കിടക്കാൻ പാടില്ല. എത്രയും പെട്ടെന്ന് അവനെ പുറത്തിറക്കാനുള്ള വഴി നോക്കണം. നമുക്കേ ഉടനെ ശേഷം വരുന്നു പോണം ഭാമേ. പറയടി, എവിടെ പോയവൻ? എന്റെ മകനെന്ന് അവിടെ വന്നിട്ട് എവിടെ പോയി? പറയടി, പറയാൻ.
അത് ഇവക്ക് എങ്ങനെ അറിയാം? മാറി നിന്നോളണം നീ, ഇല്ലെങ്കിൽ ചവിട്ടി അട്ടിനാവ് കലക്കിക്കളയും ഞാൻ. നിങ്ങൾക്ക് നിങ്ങളുടെ മകന് ഭ്രാന്താണ്. അവൻ കൂട്ടുകാർക്കൊപ്പം എവിടേക്കെങ്കിലും പോയതായിരിക്കും. ഇതിനു മുമ്പ് അവൻ ഇങ്ങനെയൊക്കെ പോക്കുണ്ടായിട്ടുണ്ടല്ലോ. ലഹരിക്ക് അടിമയായിട്ടുള്ളവരുടെ കൂട്ട് വേണ്ടെന്ന് ഞാൻ പറഞ്ഞാൽ അവൻ കേൾക്കില്ലല്ലോ. നീ മിണ്ടരുത്. നീ ഒറ്റൊരുത്തിയാ ഈ പ്രശ്നങ്ങൾ മുഴുവൻ ഉണ്ടാക്കിയത്. അവനൊന്ന് തിരിച്ചു വന്നോട്ടെ. വന്നാൽ ആ നിമിഷം ഈ കല്യാണം ഞാൻ നടത്തിയിരിക്കും. ഇതെങ്ങാനും തടയാൻ വന്നാൽ 3 ശവങ്ങൾ ഇവിടെ വീഴും. നിന്നെയും കൊല്ലും, ഈ കിടക്കുന്ന നിന്റെ ബാപ്പച്ചിയെയും കൊല്ലും, പിന്നെ നിനക്കൊക്കെ കൂട്ടു നിൽക്കുന്ന ഈ എന്റെ ഭാര്യയെയും കൊല്ലും. എന്നിട്ട് ഞാൻ ഈ വീടിന് തീ വെക്കും. പറഞ്ഞില്ലെന്ന് വേണ്ട.